അധ്യായം 2. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്കും മടങ്ങിവന്ന സംസ്ഥാനവാസികളാവിത്. സെരുബ്ബാബേലിനോട് കൂടെ വന്നവർ യേശുവ, നെഹമ്യാവ്, സെരായാവ്, രയയാവ്, മൊർദെഖായി, ബിൽശാൻ, മിസ്പാർ, ബിഗ്വായി, രേഹൂം, ബാന എന്നിവർ. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്. പാരോശിന്റെ മക്കൾ 2172. ശെഫത്യാവിന്റെ മക്കൾ 372. ആരഹിന്റെ മക്കൾ 775. യേശുവയുടെയും യോവാബിന്റെയും മക്കളിൽ പഹത്ത് മോവാബിന്റെ മക്കൾ 2812. ഏലാമിന്റെ മക്കൾ 1254. സത്തൂവിന്റെ മക്കൾ 945. സഖായുടെ മക്കൾ 760. ബാനിയുടെ മക്കൾ 642. ബേബായുടെ മക്കൾ 623. അസ്ഗാദിന്റെ മക്കൾ 1222. അദോനിക്കാമിന്റെ മക്കൾ 666. ബിഗ്ഗായുടെ മക്കൾ 2056. ആദിന്റെ മക്കൾ 454. ഹിസ്കിയാവിന്റെ സന്തതിയായ ആദേരിന്റെ മക്കൾ 98. ബോസായുടെ മക്കൾ 323. യോരയുടെ മക്കൾ 112. ഹാശൂമിന്റെ മക്കൾ 223. ഗിബാരിന്റെ മക്കൾ 95. ബേത് ഹേൽമിയേൽ 123. നെത്തോഫാത്യർ 56. അനാതോത്യർ 128. അസ്മാവത്യർ 42. കിരിയത്ത് യെയാരീം, കെഫീര, ബേറോത്ത് എന്നിവയിലെ നിവാസികൾ 743. രാമയിലെയും ഗേബയിലെയും നിവാസികൾ 621. മിക്മാശ്യർ 122. ബെതേലിലെയും ഹായിയിലെയും നിവാസികൾ 223. നെബോ നിവാസികൾ 52. മക്ബീഷിന്റെ മക്കൾ 156. മറ്റേ ഏലാമിന്റെ മക്കൾ 1254. ഹാരീമിന്റെ മക്കൾ 320. ലോദ്, ഹാദീദ്, ഓനോ എന്നിവയിലെ നിവാസികൾ 725. എരിഹോ നിവാസികൾ 345. സെനായാനി നിവാസികൾ 3630. പുരോഹിതന്മാരാവിത്. യേശുവയുടെ ഗൃഹത്തിലെ യദയ്യാവിന്റെ മക്കൾ 973. ഇമ്മേറിന്റെ മക്കൾ 1052. പശൂരിന്റെ മക്കൾ 1247. ഹാരീമിന്റെ മക്കൾ 1017. ലേവ്യർ. ഹോദാവ്യാവിന്റെ മക്കളിൽ യേശുവയുടെയും കത്മിയേലിന്റെയും മക്കൾ 74. സംഗീതക്കാർ ആസാഫ്യർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ ശല്ലൂമിന്റെ മക്കൾ, ആദേരിന്റെ മക്കൾ, തൽമോന്റെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, അഥീതിയുടെ മക്കൾ, ശോഭായുടെ മക്കൾ, ഇങ്ങനെ ആകെ 139. ദൈവാലയദാസന്മാർ സീഹയുടെ മക്കൾ, അസൂഫയുടെ മക്കൾ, തബ്ബയോത്തിന്റെ മക്കൾ, കേരോസിന്റെ മക്കൾ, സിയാഹയുടെ മക്കൾ, പാദോന്റെ മക്കൾ, ലെബാനിയുടെ മക്കൾ, ഹഗാബയുടെ മക്കൾ, അക്കൂബിന്റെ മക്കൾ, ഹാബാവിന്റെ മക്കൾ, ശൽമായിയുടെ മക്കൾ, ഹാനാന്റെ മക്കൾ, ഗിഥേലിന്റെ മക്കൾ, ഗഹരിന്റെ മക്കൾ, രയായാവിന്റെ മക്കൾ, രസീന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ, ഗസാമിന്റെ മക്കൾ, ഉസയുടെ മക്കൾ, പാസേഹയുടെ മക്കൾ, ബേസായുടെ മക്കൾ, അസ്നയുടെ മക്കൾ, മെയൂനിയർ, നെഫീസിയർ, ബക്ബുക്കിന്റെ മക്കൾ, ഹക്കൂഫയുടെ മക്കൾ, ഹർഹൂരിന്റെ മക്കൾ, ബെസ്ലത്തിന്റെ മക്കൾ, മെഹീദയുടെ മക്കൾ, ഹർഷയുടെ മക്കൾ, ബർക്കോസിന്റെ മക്കൾ, സീസറയുടെ മക്കൾ, തേമഹിന്റെ മക്കൾ, നെസീഹയുടെ മക്കൾ, ഹതീഫയുടെ മക്കൾ, ശലോമന്റെ ദാസന്മാരുടെ മക്കൾ, സോദായിയുടെ മക്കൾ, ഹസോഫേരത്തിന്റെ മക്കൾ, പെരൂദയുടെ മക്കൾ, യാലിയുടെ മക്കൾ, ദർഖോന്റെ മക്കൾ, ഗിഥേലിന്റെ മക്കൾ, ശെഫത്യാവിന്റെ മക്കൾ, ഹത്തീലിന്റെ മക്കൾ, പോക്കേരത്ത്, ഹസേബിന്റെ മക്കൾ, ആമിയുടെ മക്കൾ, ദേവാലയദാസന്മാരും ശലോമന്റെ ദാസന്മാരുടെ മക്കളുമാകെ 392. തേൽ മേലഹ്, തേൽ ഹർഷ, കെരൂബ്, അദ്ദാൻ, ഇമ്മേർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ ഇവർ തന്നെ. എങ്കിലും തങ്ങൾ ഇസ്രായേലിയർ തന്നെയോ എന്ന് തങ്ങളുടെ പിതൃഭവനവും വംശവിവരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദലയാവിന്റെ മക്കൾ, തോബിയാവിന്റെ മക്കൾ, നെക്കോദയുടെ മക്കൾ ആകെ 652. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിന്റെ മക്കൾ,
ഹക്കോസിന്റെ മക്കൾ ഗലയാദീനായ ബ്രസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഊരീമും തുമ്മീമുമുള്ള പുരോഹിതൻ എഴുന്നേൽക്കും വരെ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു. സഭയാകെ 42,360 പേരായിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതക്കാരികളും ഉണ്ടായിരുന്നു. 736 കുതിരയും 245 കോവർ കഴുതിയും 435 ഒട്ടകവും 6,720 കഴുതിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ചില പിതൃഭവന തലവന്മാർ യെരുശലേമിലെ യഹോവയുടെ ആലയത്തിങ്കലെത്തിയപ്പോൾ അവർ ദൈവാലയം അതിന്റെ സ്ഥാനത്ത് പണിയേണ്ടതിന് ഔദാര്യദാനങ്ങൾ കൊടുത്തു. അവർ തങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം പണിക്കുള്ള ഭണ്ഡാരത്തിലേക്ക് 61,000 തങ്കക്കാശും 5,000 മാനേ വെള്ളിയും 100 പുരോഹിത വസ്ത്രവും കൊടുത്തു. പുരോഹിതന്മാരും ലേവ്യരും ജനത്തിൽ ചിലരും സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദൈവാലയദാസന്മാരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു. എല്ലാ ഇസ്രായേല്യരും താന്താങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തു.